തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തെരുവുനായ ശല്യത്തിനെതിരെ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ച മനുഷ്യാവകാശ സംഘടന. ശല്യമുള്ള തെരുവുനായകളെ ദയാവധം നടത്താമെന്നുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ NFPR തിരൂർ താലൂക്ക് കമ്മിറ്റി തിരൂർ നഗരസഭയിലേക്ക് വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നായയുടെ വേഷമിട്ട് നജീം കളങ്ങര നാട്ടുകാരെ അമ്പരപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. जिंदाबाद प्रतिषेध धरना जिंदाबाद NFPR जिंदाबाद NFPR जिंदाबाद नजीम कुलंगरा जिंदाबाद नजीम कुलंगरा जिंदाबाद NFPR जिंदाबाद NFPR जिंदाबाद प्रतिषेध धरना പൊതുജനങ്ങളുടെ ജീവനെ കാത്തുരക്ഷിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സുപ്രീം കോടതി വിധി NFPR जिंदाबाद NFPR മനുഷ്യാവകാശ ദംശനങ്ങൾ എവിടെയാണോ നടക്കുന്നത് അവിടെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ച് 2005 തൊട്ട്, അതായത് 26 വർഷങ്ങളോളം നാഷണലൈസ്ഡ് ബേസിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. 2022-23 കാലഘട്ടങ്ങളിൽ ഇതേ വിഷയവുമായി ഉന്നയിച്ചുകൊണ്ട് തിരൂർ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ അന്നൊരു പ്രതിഷേധ സമരം മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നടത്തിയിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ദിവസേന പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ എല്ലാ പ്രാദേശിക സർക്കാരുകൾക്ക് കീഴിലും ഓരോരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും 5-6 ആളുകളെ കടിയേറ്റതായി കാണാം. ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മുടെ പ്രാദേശിക സർക്കാരുകൾക്ക് 14 ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അവരുടെ കടമയാണ്. അവരുടെ കടമയായ തെരുവുനായ വിഷയം അതിൽ ഒന്നാണ്. തെരുവുനായ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രാദേശിക സർക്കാരുകൾ സംയുക്തമായി ഇടപെടാത്തത്? സ്വന്തം ജനങ്ങളുടെയും ജീവനെയും സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യാവകാശ ദംശനമാണ് എന്നതുപോലെ അവരുടെ ഉത്തരവാദിത്തം കൂടെയാണ്. ആ ഉത്തരവാദിത്തം നടപ്പാക്കാത്തതിനെതിരെയാണ് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ NFPR ഇങ്ങനെ വ്യത്യസ്തമായ ഒരു നജീം കുളങ്ങര എന്ന കൊല്ലത്ത് നിന്നും ഒരാളെ ഇതിനായി ഒരു ഒറ്റയാൾ പട്ടാളം നടത്തി പ്രസിദ്ധനായ ആളാണ് നജീബ് കുളങ്ങര. അവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു സമരം നടത്തിയിട്ടുള്ളത്. വളരെ കരഞ്ഞൊരു സംഭവമുണ്ട്. ഞാനത് ഈ വേദി വെച്ച് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ തെരുവുനായ വിഷയത്തിനെതിരെ ഒരുപാട് ഒറ്റയ്ക്ക് കിടന്ന് സമരങ്ങൾ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ രീതിയെ ഇവിടെയും വന്ന് ജനങ്ങളൊപ്പ് ശേഖരിച്ച് ഒരടുക്ക് പേപ്പർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്
നഷ്ടപ്പെടുത്തി കളഞ്ഞു പോലീസുകാർ. എൻ്റെ പിച്ചച്ചട്ടി എടുക്കുന്ന ആൾക്കാർ, ഞാൻ പിരിവൊന്നുമില്ല, ആൾക്കാർ തരുന്ന പിച്ചച്ചട്ടി പോക്കറ്റ് ആരെങ്കിലും ചില്ലറ കൊണ്ടുവച്ച് തരും. അത് 14,000 രൂപ ഉണ്ടായിരുന്നു. ഒരു മൊബൈൽ ഫോണ്, എൻ്റെ അന്നത്തെ ഒരു വീൽ ചെയറാണ്, വീൽ ചെയർ, ഒരടുക്ക് സാധനങ്ങൾ, ഡ്രസ്സ് ഉൾപ്പെടെ പോലീസുകാർ നഷ്ടപ്പെടുത്തി. എന്തിനാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, എന്താവശ്യത്തിനാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. പട്ടിപ്രേമിയോടെ കൂടെ നിന്നുകൊണ്ട് കപട പട്ടിപ്രേമികൾ, നല്ല പട്ടിപ്രേമികളുണ്ട്, അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ നാടിനെ ഒറ്റ കൊടുക്കുന്ന ഇവരെയൊക്കെ നാടിന് ആപത്താണെന്നുള്ള പരസ്യമായിട്ട് തെളിയിച്ചു നോക്കണം. ഇത് ഈ പട്ടിക്കോളം കെട്ടിയത് എനിക്കോ ഈ നിൽക്കുന്ന ആർക്കോ വേണ്ടിയല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഒരു കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ബൈക്ക് യാത്രക്കാർ പോകാണ്ട് ഇവിടെയാണ് മുട്ടുകാലയിലാണ് കയറി പിടിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി റഹീം പൂക്കത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് തലക്കടത്തൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ മജീദ് മൊല്ലഞ്ചേരി, ജമാൽ ഹാജി അന്നാര, മൻസൂർ പുല്ലൂണി, റഫീഖ് മീനടത്തൂർ, ഹരിദാസൻ, ഷാജി കട്ടലങ്ങാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാഡമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാഡമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.